ഹായ് ഗൈസ്, എനിക്ക് മറന്നുപോയി. വലുത് കിട്ടി, സ്ട്രോബെറീസ് കിട്ടി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് പോളണ്ടിലൊക്കെ എത്തിയതിന് ശേഷം ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. തിരിച്ച് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് വ്ളോഗാണ്. സോ ലാസ്റ്റ് സമ്മർ തൊട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ഇവിടെ ഒരു സ്ട്രോബെറി പാടമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. ഇതുപോലെ അവിടെ ഉണ്ട് ATM. അറിയില്ല, നമ്മൾ കഴിഞ്ഞ തവണ ചെന്ന പോലെ തന്നെ ഇത്തവണയും പോയതുപോലെ തിരിച്ചു വരേണ്ട അവസ്ഥ ആവുമെന്ന്. സോ നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 20-22 ഡിഗ്രി വരെ ഉണ്ട്. 2-3 ദിവസം മുന്നേ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് ഓക്കെ ആയി. അത്യാവശ്യം നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്ന ക്ലൈമറ്റാണ്. സോ ബാക്കി നമുക്ക് വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ആദ്യം നമുക്ക് ATM പോയി പൈസ എടുക്കാം. അവിടെ സ്ട്രോബെറി ഫാമിൽ ATM കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഇതിരിക്കുട്ടൻ ഇപ്പോൾ ഉറങ്ങും. പുറത്ത് അങ്ങ് ബാക്കിൽ എവിടേക്കോ ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. നമ്മൾ ATM നിന്നൊക്കെ ക്യാഷ് എടുത്തിട്ട് ഇപ്പോൾ നേരെ ട്രാം സ്റ്റേഷനിലോട്ട് പോവാണ്. കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മളൊരു ട്രാമും പിന്നെ ഒരു ബസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ സ്ട്രോബെറി ഫാമിലെത്തുന്നത്. സോ കം ഓൺ, ലെറ്റ്സ് ഗോ ടു സ്ട്രോബെറി ഫാം. ട്രാം സ്റ്റേഷൻ ഏകദേശം എത്തി. നമുക്ക് അടുത്ത ട്രാം എപ്പോഴുണ്ടെന്ന് നോക്കാം. നമ്മൾ ട്രാം സ്റ്റേഷനിലെത്തി. അടുത്തൊരു 12 മിനിറ്റിലാണ് നമുക്ക് ഇവിടുന്ന് പോകാനുള്ള ട്രാം. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല വെയിലുണ്ട്. ഇവിടെയാണെങ്കിൽ കയറി നിൽക്കാൻ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. സോ 12 മിനിറ്റ് തന്നെ ട്രാം വരുമ്പോൾ നമുക്ക് കയറി പോവാം. സോ ഇവിടെ പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു ഇൻഫോ, നമ്മൾക്കിവിടെ എല്ലാ ട്രാം സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ ഇതുപോലൊരു ബോർഡിൽ എല്ലാ ട്രാംസിൻ്റെ റൂട്ടും ഡീറ്റെയിൽസും ഉണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആണ്. അവിടെ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കും. അതുകൂടാതെ നമുക്ക് ജാക്ഡോജിയുടെ എന്നുള്ളൊരു ആപ്പ് നമ്മുടെ ഈ ട്രാവലിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണത്. 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ട്രാം വരും. കുട എടുത്ത് എന്തോ ഉണ്ട് നന്നായി, കാരണം ചെറിയ രീതിയിലൊരു ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. മഴ കടക്കുകയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ പ്ലാൻ നടക്കും, നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഒടുക്കത്തെ വെയിൽ, വന്ന മഴ അതുപോലെ പോയി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുന്നുണ്ട്. ട്രാം ഇനിയും വരാൻ ലേറ്റ് ആവും. സോ ട്രാം വരുന്ന കാണുമ്പോൾ നേരെ ട്രാം സ്റ്റേഷനിൽ പോയി നമുക്ക് ട്രാം കയറിപ്പോവാം. എന്താണ് പ്രശ്നം? എന്തോ പ്രശ്നം? വേറെ ഏതോ ഒരു ട്രാം എത്തി. റോഡാണ്, ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ട്രാം എത്തിയിട്ടുണ്ട്. സോ നമുക്കിനി കയറി സ്ട്രോബെറി ഫാമിൽ പോവാം. നമ്മൾ ട്രാമിലൊക്കെ കയറി. അങ്ങനെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത ബസ്. അല്ല ഇതിൽ ബൊറക്ഫലെസ്കിൽ ഞങ്ങൾ എത്തിയതിന് ശേഷം ഇവിടുത്തെ ഒരു മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ അത് ചുമ്മാ കയറാമെന്ന് വിചാരിച്ചു, കയറിക്കാൻ നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നോക്കിയപ്പോൾ പെറ്റൂണിയൊക്കെ നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലുണ്ട്. ഒരുപാട് ചെടികളുണ്ട്. നമുക്ക് ചുമ്മാ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പുറത്ത് പോവാം. ആ പെറ്റൂണിയുടെ ഷെയ്ഡ് നോക്ക്. ഇതിൻ്റെ പേരെനിക്ക് മറന്നുപോയി. ജമന്തി അല്ല, അത് അഞ്ചസ്ലോട്ടി. പെറ്റൂണിയുടെ ഡാർക്ക് കളർ, അത് നമുക്ക് വീട്ടിലുണ്ട്. ആ 2 ഷെയ്ഡും അങ്ങ് ഇരിക്കുന്നത്. പിങ്ക് ഇത് നമുക്കുണ്ട്. ആ ഡബിൾ ഷെയ്ഡൊക്കെ. ഇതെന്ത് സാധനമാണ്? ഇത് ഉമ്മാടയിലുണ്ട്. ഇത് ഭയങ്കര വലിയ മാർക്കറ്റാണ്. ഇവിടെ നമ്മൾ വന്നിട്ടില്ല. ഫ്രൂട്ട്സും ഡ്രസ്സും മറ്റേ നമ്മുടെ ഒപ്പോൾസ്കയുടെ അടുത്തത് ഒരു ചെരുപ്പ് കട. നന്ദൂസ് അവർ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും അത് വായിക്കുന്നത്, അറിയാം. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഇതായിപ്പോൾ നേരെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇവിടെ നിന്ന് ബസ് പിടിച്ചിട്ടാണ് നമുക്ക് ആ സ്ട്രോബെറി ഫാമിൽ പോകാൻ. വെയിൽ വീണ്ടും നല്ല രീതിയിലുണ്ട്. സോ കമോൺ, നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് കട്ട പോസ്റ്റാണ്. അടുത്ത 10 മിനിറ്റിലാണ് ബസ്സുള്ളത്. നല്ല വെയിൽ, ഒരു രക്ഷയില്ല. ആ കാണുന്നതാണ് ഞങ്ങൾ നേരത്തെ എക്സ്പ്ലോർ ചെയ്ത മാർക്കറ്റ്. ഒരുപാടൊന്നും വിഷ്വൽസ് എടുത്തില്ല. ബ്ലാക്ക് ടർഗോവിന്നായിരിക്കണം അതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. സോ അതാണ് ആ കാണുന്ന മാർക്കറ്റ്. ആൻഡ് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബസ് വരാൻ ഏകദേശം 1/2 മണിക്കൂറുണ്ട്. 10 മിനിറ്റ് അല്ല, 1/2 മണിക്കൂർ ഡിലേ ഉണ്ട്. സോ ഞങ്ങളിവിടെ ഇങ്ങനെ ദൂരെ ഒരു സ്ഥലത്ത് തള്ളിട്ടിപ്പോൾ അവിടെ വന്നിരിക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഇത്തിരിക്കുട്ടൻ ചെറിയൊരു ഉറക്കത്തിലോട്ട് പോയിട്ടുണ്ട്.
നല്ല വെയിൽ. ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ട്. ഇടയ്ക്കൊരു മഴ, ഞങ്ങൾ ബാക്ക് ഓഫ് ചെയ്തപ്പോഴത്തേക്കും വീണ്ടും വെയിൽ വന്നു. അങ്ങനെ ക്ലൈമറ്റ് മാറിക്കളിക്കുന്നല്ലേ. നോക്കാം, ബസ് വരുമ്പോൾ നമുക്ക് കയറിപ്പോയി നോക്കാം. അവിടെ ചെല്ലുമ്പോൾ എന്തായാലും നല്ല വെയിലായിരിക്കും. ഇനി നമുക്ക് ഈ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് ആ ഫാമിൽ ചെന്നെത്തണം. ഇത്തവണയും സ്ട്രോബെറി ഫാം അടച്ചാണോ ഇരിക്കുന്നതെന്ന് ഒരു ധാരണയില്ല. ഞങ്ങൾ ഏകദേശം എത്താറായി, ചെന്ന് നോക്കാം. നമ്മൾ നടന്നു കിടന്ന് ഏകദേശം സ്ട്രോബെറി ഫാം എത്താറായിട്ടുണ്ട്. പേടിയുണ്ട് വീണ്ടും. ആണോ? ഭാഗ്യം, സ്ട്രോബെറി ഫാം അടച്ചിട്ടില്ല, ആൾക്കാർ എൻ്റെ അടുത്തുണ്ട്. സോ നമ്മൾ ഫാമിലെത്തി. എന്തായാലും ഭാഗ്യം കൊണ്ട് ഫാം ഓപ്പൺ ആണ്. ഫാമിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയതിന് ശേഷം അവരുടെ നിന്നൊരു ബാസ്ക്കറ്റ് മേടിച്ചിട്ട് വേണം സ്ട്രോബെറി പ്ലക്കിങ്ങിന് വേണ്ടി അകത്ത് കയറാൻ. പിന്നെ ഇവിടെ കാർഡ് അക്സെപ്റ്റബിൾ ആണ്. ഞാൻ ഇന്ന് വന്നപ്പോൾ കണ്ടപ്പോൾ അവിടെ കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ യാ, കം ഓൺ, ലെറ്റ്സ് ഗോ. ഇവിടെ ഉള്ളതൊക്കെ ഏകദേശം നശിച്ചു പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കി. ഒരു കുഞ്ഞ് സ്ട്രോബെറി എനിക്ക് കിട്ടി. ഇവിടെ ഉണ്ട്, പറിച്ചിട്ട് വരട്ടാ. ഞാൻ എന്തായാലും ചാടി ഇവിടെ ഉണ്ട് ചേട്ടാ. കൈ കിട്ടുന്നല്ലേ പറിക്കാൻ പറ്റും. കഴിക്കാൻ വേണോ? കൊള്ളാമോ? നല്ല മധുരം ഉണ്ടോ? ഇത്രയും നേരം കൊണ്ട് എനിക്ക് ഇത്ര സ്ട്രോബെറി, എല്ലാവരും തീർത്തെന്ന് തോന്നുന്നു സ്ട്രോബെറിയൊക്കെ. അങ്ങ് വരെ ഉണ്ട്, അങ്ങൊക്കെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. എന്താ കടിച്ചു നിർത്തിയിരിക്കുന്നടി? നഷ്ടമാ. ഇതിരിക്കുട്ടൻ ഇപ്പോഴും നല്ല ഉറക്കമാണ്. അവൻ അറിഞ്ഞില്ല നമ്മൾ സ്ട്രോബെറി ഫാമിൽ എത്തിയത്. എന്നാൽ പിന്നെ ആള് സ്ട്രോബെറിക്കാണ് ബഹളം വെച്ചെങ്കിൽ. മിക്കതൊക്കെ കേടായി കിടക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ബാലൻസായി കിടക്കുന്ന ചെറുതൊക്കെയാണിത്. ഈ വലുതെങ്കിലും എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫൈനലി ഒരെണ്ണം വലുത് കിട്ടി. ഹൈ, ഇത്രയും സ്ട്രോബെറീസ് കിട്ടി. 1 കിലോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കത് പേ ചെയ്ത് പൈസ കൊടുത്ത് വീട്ടിൽ പോകാം. കമോൺ. പോസ്റ്റായാ? അങ്ങനെ സ്ട്രോബെറി ഫാമിൽ വരണമെന്നുള്ള ആഗ്രഹം നടന്നു. വാപ്പച്ചിയും മോനും കൂടെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. കമോൺ, ലെറ്റ്സ് ഗോ. ഇത് കഴിഞ്ഞ് വീടെത്തിയിട്ട് വേണം നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാൻ. ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ചിലയിടത്തൊക്കെ 15 സ്ലോട്ടി, ചിലയിടത്ത് 8. ഇവിടെ ഇവർ പറയുന്ന 1 കിലോയ്ക്ക് 10 നമുക്ക് നോക്കാം ഇത് എത്ര കിലോ ഉണ്ടെന്നെല്ലാം കൂടെ. ഇവിടെ തൈ വേണോ? ശരി, ഇത് വേണോ? ഇവിടെ മേടിച്ച സ്ട്രോബെറി അവരിവിടെ ഒരു കവറിലാക്കി തന്നിട്ടുണ്ട്. കറക്റ്റ് 10 സ്ലോട്ടിയായി. സോ നമുക്കിനി വീട്ടിൽ പോവാം. വീട്ടിലല്ലേ, ഇനി നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ആണല്ലേ? താങ്ക് യു. ഇക്കാക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ഇന്ത്യൻ ഫാമിലീസ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഞങ്ങൾ ലാസ്റ്റ് ഇയർ വന്നിട്ട് 2 വട്ടം നമ്മൾ തിരിച്ചു പോയി അല്ലേ ഇക്ക? അങ്ങനെ ഫൈനലി ഈ വട്ടം. പക്ഷേ സ്ട്രോബെറീസ് ഏകദേശം അവർ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബസ് പിടിച്ച് തിരിച്ചു പോകാം. എൻ്റെ എതിർപ്പെട്ട് എണീച്ചേ? ഇല്ല. നമ്മൾ ഉറക്കമൊക്കെ എണീച്ച് എന്നിട്ട് സ്ട്രോബെറി എടുത്തിട്ട് വന്ന് നീ കണ്ടോ? നമ്മളിനി തിരിച്ച് ബോർഫൽ എക്സ്കിയിലോട്ട് പോകണം. അവിടെ നിന്ന് വേണം നമുക്കിനി ഷോപ്പിംഗ് വേണം. പുറത്ത് ചെറിയ രീതിയിലൊരു മഴക്കോളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളുടെ ബസ് ഡിപ്പോയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ട്രാമിൽ കയറിയിരുന്നിട്ടുണ്ട്. ട്രാം ആക്ച്വലി നേരത്തെ എത്തി. ഇവിടെ പുറത്ത് ചെറിയ രീതിയിൽ ഒരു മഴ തുടങ്ങിയപ്പോഴത്തേക്കും ട്രാം ഡ്രൈവർ നേരത്തെ സ്റ്റോപ്പിൽ ട്രാം കൊണ്ടുവന്നു. അങ്ങനെ നമ്മുടെ ഇതിരിക്കുട്ടൻ അവൻ്റെ സ്ട്രോളർ പാർക്ക് ചെയ്യാനുള്ള ട്രാമിൻ്റെ അകത്ത് സ്ഥലത്ത് ഇരുന്ന് സ്ട്രോബെറി കഴിച്ചിരിക്കുകയാണല്ലേ ഇതിരും.
അങ്ങനെ ട്രാം ഇറങ്ങി നേരെ കോഫ് ലൈനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി മന്ത്ലി ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. ഇന്ദ്രക്കുട്ടാ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. നമ്മുടെ സാധനമൊക്കെ അതിൽ സ്റ്റോക്കും ചെയ്തിട്ടുണ്ട്. ഞാൻ കയറിയില്ല. വീക്കെൻഡ് ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഇനി തിരിച്ച് ട്രാമിൽ പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്യുന്ന വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ട്രാം വന്ന് നമ്മുടെ ട്രാം മിസ്സായി. അപ്പോൾ ഇനി നമുക്ക് നടന്ന് തിരിച്ച് വീട്ടിൽ പോകാം. പോകുന്നുണ്ട് ഞങ്ങളുടെ ട്രാം. പുതിയൊരു വ്ളോഗ് വരുന്നത്. ബൈ ബൈ.